ആരതിയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട. ഉടനെ ഞാൻ നമ്മുടെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് സംസാരിക്കാം. ഞാൻ പറയാതെ ഇരുന്നത് അറിയാതെ വല്ലതും അമ്മയോട് അവൾ പറഞ്ഞു പോയാലോ എന്ന് കരുതിയാണ്. അതുകൊണ്ടാ ഞാൻ അവളോട് ഉടനെ പറയേണ്ടെന്ന് കരുതിയത്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞേക്കാം. വെറുതെ നീ വിഷമിക്കണ്ട. അവൻ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയണ്ട അപ്പുവേട്ടാ. എനിക്കെന്തോ അഞ്ജലിയുടെ കാര്യം കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പുവേട്ടനോട് പറഞ്ഞെന്നേ ഉള്ളൂ. ആരതിയോട് എല്ലാം പറയണമെന്നില്ല. അത് കാരണം വേറൊരു പ്രശ്നം ഉണ്ടായാൽ അതും പിന്നെ എനിക്ക് സമാധാനം പോകുന്ന കാര്യമാവില്ലേ? അവൾ പറഞ്ഞു, പറഞ്ഞേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നല്ലത്. പറഞ്ഞില്ലെങ്കിൽ അത് അഞ്ജലിയുടെ ജീവിതത്തെ മോശമായിട്ടല്ലേ ബാധിക്കൂ? മാത്രമല്ല, ഞാൻ നിന്റെ മാത്രമാണെന്ന് വേറെ ആരെങ്കിലും ഒരാളും കൂടി അറിയട്ടെ. അവൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. ഇല്ലടാ, ഇനിയിപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ചു മുൻപ് നിനക്ക് വാക്ക് തന്നതല്ലേ ഞാൻ? ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എന്തൊക്കെ പ്രശ്നം വന്നാലും മീനാക്ഷി ആദർശിൻ്റെയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ മനസ്സ് നിറഞ്ഞ് അവനെ നോക്കി ചിരിച്ചു കാണിച്ചിരുന്നു. നമുക്ക് അമ്പലത്തിൻ്റെ പുറകെ കൂടിയുള്ള വഴിയെ പുറത്തേക്ക് പോവാം. അവളുമാർ തൊഴുന്ന സ്ഥലത്ത് നിൽക്കായിരിക്കും. ഇനിയിപ്പോൾ അവരുടെ അടുത്തേക്ക് പോയാൽ ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പുറം വഴി പോകാമെന്നാ വിചാരിക്കുന്നേ. പിന്നെ ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. അവൻ അവളെ നോക്കി പറഞ്ഞു. ഇത് ആരതിയുടെയാ. എനിക്കൊരു പട്ടുപാവാട ഉണ്ടായിരുന്നു. അത് ചീത്തയായിപ്പോയി. ഉത്സവത്തിന് പുതിയ ഡ്രസ്സൊന്നും നിനക്ക് വാങ്ങി തന്നില്ലേ മാമൻ? അവൻ്റെ കണ്ണുകൾ ചുരുക്കി ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. ചിന്നൂനും ചിഞ്ചുനും ഒന്നും വാങ്ങിയില്ലേ? അവൻ ചോദിച്ചു. അവർക്ക് മാമി വാങ്ങുന്നു എന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് വാങ്ങാനും മാമൻ പറഞ്ഞിട്ടുണ്ടാവും. മാമി വാങ്ങാത്തതാവും. നീ ഇതൊന്നും നിന്റെ അമ്മയോട് പറയാറില്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാനിതൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്കും സങ്കടാവും. അവിടെ ഇരിക്കുന്ന അമ്മയെ വെറുതെ വിഷമിപ്പിക്കാനല്ലേ അത് ഉപകരിക്കുള്ളൂ. ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതൊന്നും നിന്റെ ഔദാര്യമല്ല, അവകാശമാണ്. ആയിരിക്കും. പക്ഷെ മാമൻ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങോട്ട് പോയേനെ ഞങ്ങൾ? അപ്പോഴിനറിയോ, മാമൻ വരുന്നതിൻ്റെ തലേ ദിവസം അമ്മ എന്നോട് പറഞ്ഞായിരുന്നു നമുക്ക് മരിക്കാമെന്ന്. മാമൻ വന്നില്ലായിരുന്നെങ്കിൽ, ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും അമ്മ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയേനെ. അതിൽ നിന്നൊക്കെ ജീവിതം എന്നെ ഇവിടെ എത്തിച്ചില്ലേ? അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കണ്ടില്ലെന്ന് നടിക്കും. വെറുതെ എന്തിനാ അമ്മയെ കൂടി അത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? സംഭാവന എന്നോട് കാണിക്കുന്നത് മാമൻ അറിഞ്ഞിട്ടുണ്ടാവില്ലെന്നുള്ളത് ഉറപ്പാ. പക്ഷെ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി. ഈ പ്രായത്തിൽ അവൾ എത്രത്തോളം പക്വതയോടെയാണ് പെരുമാറുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. ഒരുപക്ഷെ തനിക്ക് പോലും ഇല്ലാത്തൊരു പക്വത. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ അവൾക്ക് സമ്മാനിച്ചതായിരിക്കാം ആ പക്വത എന്ന് തോന്നി. അവൻ അവളുടെ കൈകളെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. സാരമില്ല, ഞാനുണ്ടല്ലോ ഇപ്പോൾ. നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധിച്ചു തരാം. അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു കാണിച്ചവൾ. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരാഗ്രഹമുണ്ട്. എന്നും അപ്പോട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നത്. അതുണ്ടാകും, അവൻ ഉറപ്പോടെ പറഞ്ഞു. ശേഷം രണ്ടുപേരും കൂടി അവിടെ നിന്നു. അമ്പലത്തിൻ്റെ പുറകിലൂടെയാണ് പോയത്. അവിടെയും കൊണ്ട് കുറച്ച് അധികം കടകളുണ്ട്. ആ കടയിൽ കയറി അവൾക്ക് കയ്യിലിടാനുള്ള കുപ്പിവളകളും കൺമഷിയും അങ്ങനെ അവൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ് അവൻ വാങ്ങുന്നുണ്ടായിരുന്നു. പലതും വേണ്ടെന്ന് അവൾ പറഞ്ഞപ്പോഴും അവൻ ഇഷ്ടപ്പെട്ടത് ഓരോന്നും അവളുടെ കൈകളിലേക്ക് എടുത്തു കൊടുത്തു. ശേഷം പേഴ്സിൽ നിന്നും അവൻ എടുത്തു പൈസയും കൊടുത്തു. അവിടേക്ക് പോകും വഴിയാണ് അച്ചുമൈലാഞ്ചി കുത്തുന്നത് കണ്ടത്. അത് കണ്ടതും അവളുടെ കണ്ണിലൊരു തിളക്കം അവൻ കണ്ടിരുന്നു. വേണോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വേണ്ട, ഇത്രയും സാധനങ്ങൾ വാങ്ങിയില്ലേ, ഇനി അപ്പോട്ടൻ്റെ പൈസ ചിലവാകും. അവൾ പറഞ്ഞു. നീ അതൊന്നും ചിന്തിക്കണ്ട, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോയി ഇട്ടിട്ട് വാ, അവൻ പറഞ്ഞു. അവനത് പറഞ്ഞതും അവളൊരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടെ അവിടേക്ക് ഓടി. ശേഷം കൈനീട്ടി കൊടുത്തു. രണ്ട് കൈയിലും നിറയെ മൈലാഞ്ചി അച്ചു കുത്തി. നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു. അവളുടെ കൈകൾക്ക് അത് നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് അവനും തോന്നി. അമ്പലത്തിൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അവളുടെ കയ്യിലേക്ക് അവൻ കൊടുത്തു. ഇതൊക്കെ ആര് വാങ്ങിയതാണെന്ന് ചോദിച്ചാ ഞാനെന്തു പറയും? അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വാങ്ങിയതാണെന്ന് പറയണം. അവൻ ഒട്ടും സംശയിക്കാതെ മറുപടി പറഞ്ഞു. എല്ലാവരും തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിക്കാനോ? എന്തു ധരിക്കാൻ? നീ ഇപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞാലാണ് അവർക്ക് സംശയം തോന്നാൻ പോകുന്നത്.
അതുകൊണ്ട് സത്യം സത്യമായിട്ടങ്ങ് പറഞ്ഞാൽ മതി, അവൻ പറഞ്ഞു. അപ്പോഴേക്കും രണ്ടുപേരും അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. അപ്പൊ തന്നെ കണ്ടു അപ്പുവിന്റെ മാമനെയും മാമിയെയും അഞ്ജലിയെയും, അതേപോലെ തന്നെ ആരതിയും. അഞ്ജലിയുടെ മുഖത്ത് അപ്പുവിനെ കാണാത്തതിനുള്ള പരിഭ്രമം പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മീനാക്ഷിക്കൊപ്പം അപ്പു നടന്നു വരുന്നത് കണ്ടപ്പോ എന്തുകൊണ്ടോ ജീവിതത്തിൽ ആദ്യമായി മീനാക്ഷിയുടെ ഒരു അനിഷ്ടം ആ നിമിഷം അഞ്ജലിക്ക് തോന്നിയിരുന്നു. അവര് വന്നല്ലോ. ആരതി പെട്ടെന്ന് അവർക്ക് അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു. അഞ്ജലിയുടെ കണ്ണുകൾ അപ്പോഴും മീനാക്ഷിയുടെ കയ്യിലിരുന്ന കവറിലായിരുന്നു. കണ്ടു ഇവിടേക്ക്? മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ആരതി ചോദിച്ചു. കണ്ടു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇതൊക്കെ മീനു വാങ്ങിയതാണോ? അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അഞ്ജലി ചോദിച്ചു. അല്ല, അപ്പോട്ടം വാങ്ങി തന്നതാ. അവള് പറഞ്ഞതും അവനൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയാണ്. അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞതുപോലെ തോന്നി. എന്താ, നിനക്ക് വേണോ വല്ലതും? ഞാൻ വാങ്ങിത്തരാം. അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പു പറഞ്ഞപ്പോൾ അവള് വേണ്ടെന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. എങ്കിലും മീനാക്ഷിക്ക് പ്രത്യേകമായി ഓരോന്ന് അപ്പു വാങ്ങിക്കൊടുക്കുന്നതും അവളെ കൂടെ കൊണ്ടുപോകുന്നതും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അഞ്ജലിക്ക്. എന്നാൽ അവളത് പുറത്തു പറയുകയും ചെയ്തില്ല. എന്തൊക്കെയാ വാങ്ങിയത്, കാണട്ടെ? അവളുടെ കയ്യിലിരുന്ന കവറിലേക്ക് നോക്കിക്കൊണ്ട് ആരതി പറഞ്ഞു. അവൾ ആദ്യമായിട്ടല്ലേ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരുന്നത്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവരത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു. എന്നാൽ ആരതിക്ക് പിണക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയാണ്. വാങ്ങിയ സാധനങ്ങളൊക്കെ നല്ലതാണെന്ന് അവൾ പറയുന്നുണ്ട്. മീനാക്ഷിയുടെ കണ്ണുകൾ അഞ്ജലിയുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു. അവൾ ഒട്ടും സന്തോഷത്തിലാണെന്ന് മീനാക്ഷിക്ക് തോന്നിയിരുന്നില്ല. താനാണെങ്കിലും അങ്ങനെ ആയിരിക്കില്ലേ ആ നിമിഷം. അങ്ങനെയാണ് അവൾ ചിന്തിച്ചത്. കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോൾ പ്രീത കൂടി വന്നതോടെ അവരിൽ നിന്നും അകലം വിട്ടു. അപ്പു പോവുകയാണെന്ന് അവളോട് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. അവള് സമ്മതം പറയുകയും ചെയ്തു. സമയം 7:45 മീനാക്ഷിക്ക് പേടി തോന്നി. ഇനിയും താമസിച്ചാൽ മാമൻ വീട്ടിൽ വരുന്ന സമയമാകും. കണ്ടില്ലെങ്കിൽ മാമൻ ചിലപ്പോൾ വഴക്കു പറയും. നമ്മൾ തിരിച്ചു പോകുന്നില്ലേ? ആരതിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. 9:30-10 മണിയായിട്ട് പോവാം, നാടകമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് പോയ പോരെ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആരതി. അയ്യോ, 8 മണിയാകുമ്പോൾ വരും മാമൻ. മാമൻ അറിയാതെയാ ഞാൻ വന്നത്. മാമിയെ വഴക്കു പറഞ്ഞാലോ എന്നെ വിട്ടതിന്? അവള് പറഞ്ഞു. ആണോ? അങ്ങനെ പ്രശ്നം ഉണ്ടാവോ? അറിയില്ല. മാമൻ എപ്പോഴാ ദേഷ്യം വരാന്നും മാമിയെ വഴക്കു പറയാനും അറിയില്ല. പിന്നെ മാമി എന്നോട് പിണക്കം കാണിക്കും. അവള് പറഞ്ഞു. നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരതി പറഞ്ഞു. ആ നിമിഷം തന്നെ ആരതി ആയ വിവരം പ്രീതിയോട് പറഞ്ഞു. ശരിയാ, സുരേഷിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു ഇത്തിരി എടുത്തുചാട്ടം കൂടുതലുള്ളതാ. ആ കൊച്ചിനെ വഴക്കു പറഞ്ഞ് എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അപ്പുവിനോട് പറയാം മീനു മോളെ വീട്ടിൽ കൊണ്ടുവിടാൻ. പ്രീത പറഞ്ഞത് മീനുവിന്റെ കണ്ണിൽ ഒരു തിളക്കം നിറഞ്ഞു. ഉടനെ തന്നെ അഞ്ജലിയുടെ മുഖം വാടുകയും ചെയ്തു. ഞാൻ അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് പ്രീത പുറത്തേക്ക് പോയപ്പോൾ എന്തോ മീനാക്ഷിയോട് വല്ലാത്തൊരു അകൽച്ച വീണ്ടും ആ നിമിഷം അഞ്ജലിക്ക് തോന്നിയിരുന്നു. അവളും അപ്പുവേട്ടനും ഒറ്റയ്ക്ക് പോകുന്ന ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. വല്ലാത്തൊരു വേദന തന്നെ വലയം ചെയ്യുന്നത് പോലെ. കുറച്ചു സമയങ്ങൾക്ക് ശേഷം എവിടെ നിന്നോ പ്രീത അപ്പുവിനെ കണ്ടുപിടിച്ചു. അപ്പുവിനെ കണ്ടതും അവന്റെ കയ്യിൽ കയറി പിടിച്ചു പ്രീത. എന്താ അമ്മേ? അവൻ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എടാ, സീതയുടെ മോളില്ലേ, ആ കൊച്ചിനെ നീ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ? സുരേഷ് വരുന്നതിന് മുൻപ് അതിനെ വീട്ടിൽ കൊണ്ടുവിടണം. അവന്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാമല്ലോ. എന്നിട്ട് നീ പോയിട്ട് തിരിച്ചു വാ. പോയിട്ട് തിരിച്ചു വരാനോ? എനിക്കിത് തിരിച്ചു വരാനൊന്നും വയ്യ. ഒന്നെങ്കിൽ അവളോട് ഇവിടെ നിൽക്കാൻ പറ. നമ്മൾ പോകുമ്പോൾ പോവാം. എനിക്ക് കൊണ്ടുവിടാനൊന്നും വയ്യ. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് ഇനി തിരിച്ചൊന്നും വരുന്നില്ല. നിന്റെ ഒരു കാര്യം, ആ കൊച്ചൊരു പാവമാ. വെറുതെ അതിനെ വഴക്ക് കേൾപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ നിന്നോട് അതിനെ ഒന്ന് കൊണ്ടുവിടാൻ പറയുന്നത്. ഒന്നാമത് തള്ള പോലും അടുത്തില്ല. ബന്ധുക്കാർ കൂടി ഇങ്ങനെ അതിനെ വഴക്ക് പറയുന്നത് ശരിയാണോ? അമ്മയും അപ്പനും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അങ്ങനെയാണോ? അവൻ അത്ഭുതത്തോടെ പ്രീതിയെ ഒന്ന് നോക്കി. അങ്ങനെ അധികമാരെയും പുകഴ്ത്തി പറയുന്ന ഒരു രീതിയൊന്നും അമ്മയ്ക്കില്ല. അവളെ അമ്മയ്ക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് അവന് തോന്നി. ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനൊന്നും പറയില്ല. ആ ശരി, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടുവിടാം. അവൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. ആ നിമിഷം പ്രീതിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. എടി മീനു, നിനക്ക് ഒറ്റയ്ക്ക് പേടിയാണെങ്കിൽ ഞാൻ കൂടി വരാം. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ഒറ്റയ്ക്കല്ലല്ലോ, അപ്പോഴിനുണ്ടെന്നല്ലേ പറഞ്ഞത്? അവളൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. എങ്കിലും മീനാക്ഷിയുടെ ഉള്ളിൽ വേദനയുണ്ടായിരുന്നു. അഞ്ജലിയുടെ പരിഭ്രമത്തിന്റെ കാരണം എന്താണെന്ന് തനിക്ക് നന്നായി അറിയാം. അവളോട് തനിക്ക് ഒരു പിണക്കവും തോന്നുന്നില്ല, സഹതാപം മാത്രമാണ് തോന്നുന്നത്. അത്രത്തോളം അവൾ മനസ്സിലാളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം. അപ്പോഴേക്കും പ്രീത അപ്പുവിനെയും കൊണ്ട് വന്നിരുന്നു. എടാ, വെറുതെ വഴിയിൽ കൊണ്ട് വിട്ടിട്ട് പോകരുത്. ഗേറ്റ് തുറന്ന് അകത്ത് കയറി അക്കുറ്റമ്മയെ കണ്ടിട്ടേ നീ വരാവൂ. കൊച്ചിനെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്ന് അവർക്ക് തോന്നണമല്ലോ. അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രീത പറഞ്ഞു. അവൻ സമ്മതിച്ചു എന്നതുപോലെ തലയാട്ടി. വാ.
അവളെ നോക്കി ഗൗരവത്തോടെ അവൻ വിളിച്ചപ്പോൾ അവൾക്ക് ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. തന്നെ ഒരു പരിചയവുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുഖഭാവമൊക്കെ. ആരതിയോടും അഞ്ജലിയോടും യാത്ര പറഞ്ഞ് അവൾ മേലെ നടന്നു തുടങ്ങി. മുന്നിൽ നടന്നത് അപ്പുവാണ്. അവളേക്കാൾ ഒരുപാട് ദൂരം അപ്പു നടക്കുന്നത് കണ്ട് പ്രീതി അവനെ വിളിച്ചിരുന്നു. ആ കൊച്ചിന് വെട്ടം അടിച്ചു കൊടുക്ക അപ്പു. നീ ഇങ്ങനെ മുന്നിൽ കയറി യോദ്ധാവിനെ പോലെ നടന്നു പോയാ അവളെങ്ങനെയാ വെട്ടം കാണുന്നത്? പ്രീത ചോദിച്ചതും അവൻ വെട്ടം അടിച്ച് അവളുടെ പിന്നാലെ നടന്നു. അമ്പലത്തിന്റെ പരിസരം കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അധികമാരും വരാത്തൊരു ഇടവഴി കയറിയാണ് അവൻ നടന്നത്. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ ആ വഴിയിൽ കൂടി അവൻ മുൻപോട്ട് കൊണ്ടുപോയി. ഇതേതാ ഈ വഴി? എനിക്കറിയില്ലല്ലോ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊരു ഷോർട്ട് കട്ട്. ഇതിലെ ചെന്നാൽ നമ്മൾ പെട്ടെന്ന് നിന്റെ വീട്ടിലെത്തും. അവൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എത്തണ്ടായിരുന്നല്ലോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് അവൻ നടന്നത്. അതെന്താ? അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ചോദിച്ചു. എനിക്ക് കുറച്ചു നേരം കൂടി അപ്പോട്ടനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നല്ലോ. അവള് പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നിലാവട്ടത്തിൽ പോലും ആ മുഖത്തെ ചുവപ്പ് എടുത്തറിയാനുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. താനൊരൽപ്പം ഇരുനിറമാണ്, അവളാണെങ്കിൽ വെളുപ്പും ചുവപ്പും ഇടകലർന്നങ്ങനെ ആപ്പിള് പോലെയാണ്. നിന്റെ ഈ മനസ്സെനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഇതിലെ കൂടെ തന്നെ വന്നത്. സാധാരണ നമ്മൾ പോകുന്നതിലും കുറച്ച് ദൂരം കൂടുതലുണ്ട്. എനിക്കും നിന്നെ കാണാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാ. അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു. ഓഹോ, ആൻറ്റിയുടെ മുന്നിൽ എന്തായിരുന്നു അഭിനയം? എൻ്റെ കൂടെ വരുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലായിരുന്നു. അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചിരുന്നു. അത് അമ്മയ്ക്കൊരു ഒറിജിനാലിറ്റി തോന്നിക്കോട്ടെ എന്ന് കരുതിയല്ലേ. സാധാരണ ഒരു പെൺപിള്ളാരെയും അമ്മ എൻ്റെ കൂടെ വിടാറില്ല. കാരണം അമ്മയ്ക്ക് പേടിയാണ് അവരാരെങ്കിലും എന്നെ പ്രേമിക്കുമെന്ന്. ഇതിപ്പോൾ നിന്റെ കൂടെ അമ്മ വിട്ടതുപോലെ ആയില്ലേ. നാളെ നമ്മുടെ പ്രശ്നം അറിയുമ്പോഴും എനിക്ക് പറയാലോ, അമ്മ തന്നെയല്ലേ അവസരങ്ങളൊക്കെ ഒരുക്കി തന്നതെന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അമ്പടെ ബുദ്ധിമാനേ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവനൊന്ന് ചിരിച്ചു കാണിച്ചു. അഞ്ജലിക്ക് ഇപ്പോൾ അറ്റാക്ക് വന്നിട്ടുണ്ടാവും. അവളുടെ മുഖത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എനിക്കറിയാം, അവളുടെ മുഖം ഞാൻ കണ്ടിരുന്നു. ഏതായാലും ഇത് ഒരുപാട് വെച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ചു. ഒരു തീരുമാനം എടുക്കാം, അവൻ പറഞ്ഞു. നീലാവട്ടത്തിൽ അവന്റെ കൈയും പിടിച്ചുള്ള നടപ്പ്, ചെറുതായി വീശുന്ന കുളിർക്കാറ്റ്, ആ അനുഭവങ്ങളൊക്കെ അവളിൽ വളരെയധികം സന്തോഷം നിറച്ചിരുന്നു. അതാണ് വാഴത്തോപ്പ്. അവൻ ചെറിയൊരു റോഡിൽ കയറി നിന്ന് മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ മുകളിലാണ് നമ്മുടെ വീട്. നമ്മുടെ വീടോ? അവൾ ചോദിച്ചു. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. നമ്മുടെ രണ്ടുപേരുടെയും വീട് എവിടെയാ? പിന്നെ നമ്മുടെ വീട്, അതായത് എൻ്റെ വീട്, അത് ഭാവിയിൽ നമ്മുടെ വീടായില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ആയാ മതി, അവൾ പറഞ്ഞു. ആവുമല്ലോ, ഇല്ലെങ്കിൽ ആക്കുമല്ലോ, അവൻ പറഞ്ഞു. ഒപ്പം തന്നെ അവളെയും വലിച്ചുകൊണ്ട് അവൻ ആ വാഴത്തോപ്പിൽ കയറി. അവിടെയുള്ള മരത്തിന്റെ ചുവട്ടിലായി വന്നു നിന്നു. അവൾ അവിടെ മുഴുവൻ നോക്കി. കുറേ മരങ്ങളുണ്ട്. പെട്ടെന്ന് ആരും കാണില്ല അവിടെ നിന്നാൽ. വലിയൊരു പാറയും. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ അവളെ അവിടെ ഇരുത്തി. ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി. ആരെങ്കിലും ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്നാൽ അത് പ്രശ്നമാവില്ലേ എന്ന്. ഞായറാഴ്ച ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് കാണാമെന്നാണ്. ഇവിടെ അധികമാരും ഇറങ്ങി വരുന്നൊരു സ്ഥലമല്ല. നമ്മളിവിടെ ഇരുന്നാലും പെട്ടെന്ന് ആരും കാണില്ല. അപ്പുറത്തെ പുഴയുണ്ട്. നമ്മളിന്ന് വൈകുന്നേരം സംസാരിച്ചില്ലേ, ആ പുഴ. അവൻ പറഞ്ഞു. പുഴ ഒഴുകുന്ന ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. ഇപ്പം ഞാൻ ഇതിലേക്കൂടി വന്നത് നിനക്ക് വഴി മനസ്സിലാവാൻ വേണ്ടിയാണ്. അവൻ പറഞ്ഞപ്പോൾ അവളെ തലയാട്ടി കാണിച്ചു. നീ എന്തിനെന്ന് കരഞ്ഞത്? എനിക്കിത് സഹിക്കാൻ പറ്റിയില്ല. അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ കുഞ്ഞു മുഖം അവൻ കൈകളിലെടുത്തു. ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ ഭംഗിയുണ്ട് ആ മുഖത്തിനെന്ന് ആ നിമിഷം അവന് തോന്നി. ചന്ദ്രൻ ഒരു പപ്പട വലുപ്പത്തിൽ ഇരുവർക്ക് മുകളിൽ ഇങ്ങനെ വെളിച്ചം തൂകി നിൽക്കുകയാണ്. അവളുടെ ആ കുഞ്ഞുമുഖം കണ്ടതും അവൻ അവളോട് എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നി. എൻ്റെ കുഞ്ഞ് വിഷമിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കറിയരുത്, അതെനിക്കിഷ്ടമല്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ നേർമയായ ഒരു ചുംബനം നൽകി. ശരീരത്തിലൂടെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു തരംഗം പാറിയതുപോലെ അവൾക്ക് തോന്നി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.